ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കട്ടപ്പ ചതിച്ചാശാനേ, കട്ടപ്പ ചതിച്ച്, കട്ടപ്പ ചതിച്ചാശാനേ, കട്ടപ്പ ചതിച്ച്, ആശാനെ കട്ടപ്പ ചതിച്ചാശാനെ. ബറോസ് ബറോസ് എന്ന് കേട്ടിട്ടില്ല? ബറോസ് ബറോസ് എന്ന് കേട്ടിട്ടില്ല? ഇപ്പൊ അത് അടുത്തത് വൃഷഭ. വൃഷഭ എന്ന് കേട്ടിട്ടില്ല? അല്ല, വൃഷഭ കേക്കണ്ട, നിങ്ങൾ പോയിട്ട് കാണാൻ നോക്കിക്കോളൂ അല്ലേ? അപ്പോ വൃഷഭ കണ്ടു ലാലേട്ടന്റെ ബറോസും ഇതൊക്കെ മറ്റേ എന്താണ് പറയാ, വെട്ടിയിട്ട ബായത്തണ്ട്, അറബിക്കടൽ മരക്കാർ, അറബിക്കടലിന്റെ സിംഹം. അപ്പൊ ഇങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ബറോസ് കണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ഐറ്റംസിൽ ഒരുപാട് സിനിമകളിൽ ലാലേട്ടൻ്റെത് നമ്മൾ കണ്ടതാണ്. എന്റെ പൊന്ന് ചെങ്ങായിമാരെ, എന്ന് മനോളെ വൃഷഭ കണ്ടു. വൃഷഭ കണ്ടിന്റെ പൊന്നാർ ലാലേട്ട, എന്താണ് ഈ കാട്ടിക്കൂട്ടിയുള്ളത്? ഇത് ചക്കി മാങ്ങി തേങ്ങി ഹലാക്കിന്റെ ഒരു സുഖഞ്ഞൊന്നല്ലട്ട. ഇത് പണ്ടാര പറഞ്ഞ പോലെ ലാലേട്ടൻ കാണിച്ചു വെച്ചുള്ള കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ഒരു കംപ്ലീറ്റ് ആക്ടറാണ് ഈ കാണിച്ചുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല. ആ നിലക്കാണ് ഈ സിനിമ കാട്ടിക്കൂട്ടിയുള്ളത്. ക്രിസ്മസിന് ഗുണ്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയൂലേ, അന്നാ പോലത്തെ ഒരു ഐറ്റായിട്ടാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ടിക്കറ്റ് എടുത്തത് ആ കാശ് പോയി എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയേണ്ടി വരും. ആ കാശ് പോയെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയേണ്ടി വരും. ആ നിലക്കാണ് ലാലേട്ടൻ ഈ സിനിമ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. സംഭവത്തില് പല രീതിയിലും ഇതിന്റെ ട്രെയിലറും അതുപോലെ ടീസറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, റിയാക്ഷനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. വീഡിയോ തന്നെ വൃഷഭനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ സിനിമ കണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വേണ്ടി ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നുള്ളത്. ലാലേട്ടൻ നമുക്കറിയുന്ന സിനിമ നടൻ തന്നെയാണ്. മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പദവികൾ അലങ്കരിക്കുന്ന ലാലേട്ടനാണ് ഈ കാട്ടിക്കൂട്ടിയുള്ളത്. അപ്പൊ ലാലേട്ട, എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ ക്യാരക്ടറുകൾ ചെയ്യാൻ സിനിമ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ചെറുക്കല്ലാണ്ട് വേറെ നിവർത്തില്ല. കാരണം ആ നിലക്കാണ് ഇത് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് എന്താണ് എടുത്തു പറയാനായിട്ട് നല്ലതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകമായിട്ട് എടുത്തു പറയാനൊന്നുമില്ല. കാരണം ആ ജാതി ചളി സിനിമ എന്നൊക്കെ പറയില്ലേ, ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ ദാദാ സാഹിബിന്റെ ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അപ്പോ ആ ഒരു ലെവലിൽ, അതുപോലെ തന്നെ ബാഹുബലി, അതുപോലെ തന്നെ എന്താണ് വേറെ എന്തൊരു സിനിമയുടെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു, അതും മറന്ന്, KGF. അപ്പൊ ആ ലെവലിലൊക്കെ പ്രതീക്ഷിച്ച് പോയിരുന്ന മറ്റേ ജയ് മകിഴ്മഴുതി എന്നൊക്കെ പറയില്ലേ, അതേപോലെയൊക്കെ പലരും പല രീതിയിലൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2-3 സ്നേഹിതന്മാർ പോയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പൊ അവരോട് ഞാൻ അവരുടെ അഭിപ്രായം ചോദിച്ചേക്കും. പിന്നെ പൊന്നു ചങ്ങായി, ഇമാതിരി സിനിമക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് നല്ലത് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവാണെന്നാണ് അവര് പറഞ്ഞത്. സംഭവത്തില് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ള ലെവലും മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ശരി. എന്താണ് ഈ കാട്ടിക്കൂട്ടിയുള്ളത് ഒരു പിടുത്തം കിട്ടില്ല. അത് സിനിമ കണ്ടറിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ആ നിലക്കാണ് ഇതിൻ്റെ. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ മുത്താണ്, അതൊക്കെ ശരി തന്നെയാണ്. ലാലേട്ടൻ ആ സംഭവം തന്നെയാണ്. നല്ല അഭിനയത്തിൽ നമ്പർ 1 ആൾക്കാർ നമ്പർ 1 തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നാര ലാലേട്ട, നമ്പർ 1 എന്നുള്ളത് നമ്പർ 100 മാറും. ആയത് കാട്ടിക്കൂട്ടിയുള്ളത്. അതായത് സൂപ്പർ സ്റ്റാർ എന്നുള്ളത് അങ്ങോട്ട് മാറും, ഐറ്റം മാറും, റേഞ്ച് അങ്ങോട്ട് മാറും. അപ്പൊ ഈ ആദ്യ സിനിമകളൊക്കെ തന്നെ ഗുണ്ട് പോലെ ഡും 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 എന്നിങ്ങനെ പൊട്ടല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. കാരണം ആ ജനങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ വരണം. നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, ജനങ്ങൾ അത് വിജയിപ്പിക്കും. ജനങ്ങൾ കയറിയെങ്കിലല്ലേ ഏത് സിനിമ ആയി കഴിഞ്ഞാലും ജനങ്ങൾ കയറിയെങ്കിൽ മാത്രമാണ് സിനിമ ഹിറ്റാവുള്ളൂ, സിനിമ വിജയിക്കുള്ളൂ. പക്ഷെ ഇത് രണ്ടും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താവും? ജനങ്ങൾക്ക് ഇഷ്ടമായി സിനിമ, നല്ല സിനിമ അല്ല, ജനങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ സിനിമ കാണാൻ ആ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ഒരു ഈച്ച പോലും ഉണ്ടാവില്ല.
അപ്പൊ അതുകൊണ്ട് നല്ല സിനിമ ഒക്കെ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം ലാലേട്ടന്റെ അഭിനയം എങ്ങനെയാണ്. ലാലേട്ടൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ച് നമ്മൾ കണ്ടതാണ്, താരരാജാവാണ്. അപ്പൊ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ വൃഷഭ കണ്ടു കഴിഞ്ഞാല്, വൃഷഭ നമ്മൾ കണ്ടു കഴിഞ്ഞാല്, ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടു കഴിഞ്ഞാല് ഇത് ലാലേട്ടൻ തന്നെയാണോ ഇതിൽ അഭിനയിച്ചത് ഇങ്ങനെ ആലോചിച്ചു പോകും. ആ നിലക്കാണ് ലാലേട്ടൻ കാട്ടിക്കൂട്ടിന്റെ പൊന്നാര ലാലേട്ടങ്ങള് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാതെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല സിനിമകൾ ഈ മറ്റേ ഈ വർഷാവസാനത്തിൽ ഇങ്ങനത്തെ ഒരു ഗുണ്ട് പൊട്ടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഗുണ്ട് പൊട്ടി ലാലേട്ട അങ്ങനത്തെ ഒരു ഗുണ്ടുകൾ പൊട്ടിക്കേണ്ടിയിരുന്നില്ല. ഈ ക്രിസ്മസിന് അതുപോലെ തന്നെ ഈ ന്യൂ ഇയറിനൊക്കെ ഇങ്ങനത്തെ ഒരു ഗുണ്ട് പൊട്ടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നല്ല നല്ല സിനിമകളുമായിട്ട് ലാലേട്ട വരട്ടെ. ഞങ്ങളെല്ലാരും വെയിറ്റിംഗിലാണ്. ലാലേട്ട നല്ല സിനിമകളുമായിട്ട് ഇനിയും വരണം. ഞങ്ങളെല്ലാരും വെയിറ്റിംഗിലാണ്. അപ്പോ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ സിനിമ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പോയി കണ്ടോളി. എൻജോയ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എൻജോയ് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും കാണാം.